ഇന്നത്തെ അറിയിപ്പുകൾ. ജനുവരി 1 മുതൽ രാജ്യത്തെ ബാങ്കിംഗ് രംഗത്ത് വിവിധ സുപ്രധാന മാറ്റങ്ങൾ നിലവിൽ വരുമെന്ന സൂചന നൽകി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഡിജിറ്റൽ ബാങ്കിംഗിലേക്ക് ഒരു വലിയ വിഭാഗം മാറിയതോടെ ഈ രംഗത്താണ് കൂടുതൽ മാറ്റങ്ങൾ വരുന്നത്. സീറോ ബാലൻസ് അക്കൗണ്ടുകളിലും ഉപഭോക്താക്കൾക്ക് വലിയ സൗജന്യങ്ങൾ നൽകുന്നതായിരിക്കും മാറ്റങ്ങളെന്നും റിസർവ് ബാങ്ക് അറിയിച്ചു. എല്ലാ അക്കൗണ്ട് ഇടപാടുകൾക്കും SMS അല്ലെങ്കിൽ മെയിൽ അലർട്ടുകൾ ഇനി നിർബന്ധമാണ്. ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ബാങ്കുകൾ ഇനി മുതൽ RBIയുടെ മുൻകൂർ അനുമതി വാങ്ങണം. കൂടാതെ ഡിജിറ്റൽ സേവനങ്ങൾക്കായി ഉപഭോക്താക്കളുടെ വ്യക്തവും രേഖാമൂലവുമുള്ള സമ്മതം ബാങ്കുകൾ തേടിയിരിക്കണം. കൂടാതെ സേവനങ്ങളുടെ നിബന്ധനകളും വ്യവസ്ഥകളും സേവനങ്ങൾക്കായി ഈടാക്കുന്ന ചാർജുകൾ, പരാതികളുണ്ടെങ്കിൽ പരിഹരിക്കുന്നതിനായി തേടുന്ന മാർഗങ്ങൾ എന്നിവ ലളിതമാക്കാനും വ്യക്തമാക്കാനും ഉപഭോക്താക്കളെ അറിയിക്കാനുള്ള ബാധ്യത ബാങ്കുകൾക്കുണ്ട്. സീറോ ബാലൻസ് അക്കൗണ്ടുകൾക്ക് കൂടുതൽ സൗജന്യ സേവനങ്ങൾ ലഭിക്കും. അടിസ്ഥാന സേവിങ്സ് അക്കൗണ്ടായ സീറോ ബാലൻസ് അക്കൗണ്ടുകളിൽ ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾക്ക് കൂടുതൽ പരിധിയില്ലാത്ത പണനിക്ഷേപം, സൗജന്യ ATM അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, ചെക്ക് ബുക്ക്, ഇന്റർനെറ്റ് മൊബൈൽ ബാങ്കിംഗ് സേവനം, സൗജന്യ പാസ്ബുക്ക്, പ്രതിമാസ സ്റ്റേറ്റ്മെന്റ് എന്നിവയെല്ലാം ലഭ്യമാക്കണമെന്നാണ് വ്യവസ്ഥ. പ്രതിമാസം കുറഞ്ഞത് 4 സൗജന്യ പണം പിൻവലിക്കലുകൾ അനുവദിക്കണം. എന്നാൽ UPI, NEFT, RTGS, IMPS, POS എന്നീ ഇടപാടുകൾ ഈ പരിധിയിൽ ഉൾപ്പെടില്ല. ATM കാർഡ്, ചെക്ക് ബുക്ക്, ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ എന്നിവയൊന്നും തന്നെ ഉപഭോക്താക്കളെ നിർബന്ധിച്ച് എടുപ്പിക്കാൻ പാടില്ല എന്നും പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു. ഫ്ലോട്ടിംഗ് പലിശ നിരക്കുകൾക്കുള്ള വ്യക്തിഗത വായ്പകൾക്ക് പ്രീ പേയ്മെന്റ് ചാർജുകൾ ഈടാക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതുവത്സരം കളറാക്കാൻ അധിക സർവീസുകളുമായി കൊച്ചി മെട്രോയും വാട്ടർ മെട്രോയും. പുതുവർഷം പ്രമാണിച്ച് പുലർച്ചെ 1:30 വരെ 20 മിനിറ്റ് ഇടവിട്ട് സർവീസ് നടത്തും. പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോയും വാട്ടർ മെട്രോയും അധിക സർവീസുകൾ നടത്തും. തിരക്ക് കണക്കിലെടുത്താണ് സർവീസുകൾ ദീർഘിപ്പിക്കുന്നത്. ജനുവരി 3 വരെ ഇടപ്പള്ളി സ്റ്റേഷനിൽ നിന്നും ആലുവയിലേക്കും തൃപ്പൂണിത്തറയിലേക്കും ട്രെയിനുകൾ രാത്രി 11 വരെ സർവീസ് നടത്തും. പുതുവർഷത്തിൽ പുലർച്ചെ 1:30 വരെ 20 മിനിറ്റ് ഇടവിട്ട് സർവീസ് നടത്തും. ആലുവ, തൃപ്പൂണിത്തറ ടെർമിനലുകളിൽ നിന്ന് അവസാന ട്രെയിനുകൾ പുലർച്ചെ 1:30 പുറപ്പെടും. ഇടപ്പള്ളി സ്റ്റേഷനിൽ അവസാന ട്രെയിൻ പുലർച്ചെ 2 പുറപ്പെടും. അതേസമയം വാട്ടർ മെട്രോ സർവീസുകൾ ഹൈക്കോടതി ഫോർട്ട് കൊച്ചി റൂട്ടിൽ ഡിസംബർ 30 പുതുവത്സര ദിനത്തിൽ പുലർച്ചെ 4 മണി വരെയും സർവീസ് ലഭ്യമാകും. യാത്രക്കാരുടെ തിരക്കനുസരിച്ച് സമയക്രമം ക്രമീകരിക്കും. ഹൈക്കോടതി മട്ടാഞ്ചേരി റൂട്ടിലും കൂടുതൽ സർവീസുകൾ പരിഗണനയിലാണ്. യാത്രാനിരക്കിൽ നേരിയ വർധനവുമുണ്ടാകും. ഡിസംബർ 31 രാത്രിയുള്ള കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ഇടവേളയ്ക്ക് ശേഷം ഹൈക്കോർട്ട് മട്ടാഞ്ചേരി റൂട്ടിലും ഹൈക്കോർട്ട് വൈപ്പിൻ റൂട്ടിലും ജനുവരി 1 പുലർച്ചെ 12 മുതൽ 4 മണി വരെ സർവീസ് ഉണ്ടാകും. ടൂറിസ്റ്റുകളെ കൂടെ ലക്ഷ്യമിട്ടാണ് നടപടി. റോഡിലെ തിരക്ക് കുറയ്ക്കാനും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും നടപടി സഹായകരമാകും. കഴിഞ്ഞ വർഷം ക്രിസ്മസ് പുതുവത്സര സീസണിൽ മെട്രോയ്ക്ക് റെക്കോർഡ് വരുമാനമാണ് ലഭിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ കീഴിലുള്ള നോൺ ഇന്റർലോക്കിംഗ് ജോലികൾ സുഗമമാക്കുന്നതിന്റെ ഭാഗമായി നിരവധി ട്രെയിൻ സർവീസുകളുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തി. ഭാഗിക റദ്ദാക്കലുകൾ, ഉത്ഭവ പോയിന്റുകളിലെ മാറ്റങ്ങൾ, വഴിതിരിച്ചുവിടൽ തുടങ്ങിയ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജനുവരി 3 യാത്ര ആരംഭിക്കുന്ന തിരുവനന്തപുരം നോർത്ത് SMT ബംഗളൂരു ഹംസഫർ ദൈവാര എക്സ്പ്രസ് ബംഗളൂരു കണ്ടോൺമെന്റിൽ സർവീസ് അവസാനിപ്പിക്കും. ബയ്യപ്പനഹള്ളിക്കും SMVT ബംഗളൂരുവിനുമിടയിൽ സർവീസ് ഭാഗികമായി റദ്ദാക്കുകയും ചെയ്യും. ജനുവരി 3 കണ്ണൂരിൽ നിന്നും ആരംഭിക്കുന്ന കണ്ണൂർ KSR ബംഗളൂരു എക്സ്പ്രസ് യശ്വന്ത്പൂർ ജംഗ്ഷനിൽ സർവീസ് അവസാനിപ്പിക്കും. ജനുവരി 3 4 യാത്ര ആരംഭിക്കുന്ന എറണാകുളം ജംഗ്ഷൻ KSR ബംഗളൂരു ഇന്റർസിറ്റി എക്സ്പ്രസ് ബൈപ്പനഹള്ളിയിൽ സർവീസ് അവസാനിപ്പിക്കും. ബൈപ്പനഹള്ളിക്കും KSR ബംഗളൂരുവിനുമിടയിൽ സർവീസ് ഭാഗികമായി റദ്ദാക്കുകയും ചെയ്യും. ജനുവരി 4 വൈകുന്നേരം 7 ബംഗളൂരു SMVTയിൽ നിന്നും പുറപ്പെടേണ്ട SMVT ബംഗളൂരു തിരുവനന്തപുരം നോർത്ത് ഹംസഫർ ബൈ വീക്കിലി എക്സ്പ്രസ് അതേസമയം തന്നെ ബംഗളൂരു കണ്ടോൺമെന്റിൽ നിന്നും പുറപ്പെടുകയും ചെയ്യും. SMVT ബംഗളൂരിനും ബയ്യപ്പനഹള്ളിക്കും ഇടയിൽ സർവീസ് ഭാഗികമായി റദ്ദാക്കുകയും ചെയ്യും. ജനുവരി 4 യാത്ര ആരംഭിക്കുന്ന KSR ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസ് KSR ബംഗളൂരിനു പകരം രാത്രി 9:47 യശ്വന്ത്പൂർ ജംഗ്ഷനിൽ നിന്നും പുറപ്പെടും. KSR ബംഗളൂരിനും യശ്വന്ത്പൂർ ജംഗ്ഷനും ഇടയിൽ സർവീസ് ഭാഗികമായി റദ്ദാക്കുകയും ചെയ്യും. ജനുവരി 4 5 യാത്ര ആരംഭിക്കുന്ന KSR ബംഗളൂരു എറണാകുളം ജംഗ്ഷൻ ഇന്റർസിറ്റി എക്സ്പ്രസ് KSR ബംഗളൂരിനു പകരം രാവിലെ 6:20 ബംഗളൂരു കണ്ടോൺമെന്റിൽ നിന്നും പുറപ്പെടുകയും ചെയ്യും. KSR ബംഗളൂരിനും ബംഗളൂരു കണ്ടോൺമെന്റിനും ഇടയിൽ ട്രെയിൻ ഭാഗികമായി റദ്ദാക്കുകയും ചെയ്യുന്നുണ്ട്. ജനുവരി 4 യാത്ര ആരംഭിക്കുന്ന യശ്വന്ത്പൂർ ജംഗ്ഷൻ മംഗളൂരു സെൻട്രൽ വീക്കിലി എക്സ്പ്രസ് ലോട്ടെഗൊല്ലഹള്ളി യലഹങ്ക ജംഗ്ഷൻ കൃഷ്ണരാജപുരം വഴി സർവീസ് നടത്തും. ബെൻസ്വാഡിലെ ഷെഡ്യൂൾ ചെയ്ത സ്റ്റോപ്പും ഒഴിവാക്കും. ജനുവരി 4 യാത്ര ആരംഭിക്കുന്ന എറണാകുളം ജംഗ്ഷൻ SMVT ബംഗളൂരു ട്രൈ വീക്കിലി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് വഴിയിൽ 1 മണിക്കൂർ നിയന്ത്രണവും ഏർപ്പെടുത്തും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.